നമസ്കാരം. ഇറാനിലെ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം മറ്റാരുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ട്രംപിന്റെ കലക്കവെള്ളത്തിൽ മീൻപിടിക്കൽ നയമാണ് സകല പ്രശ്നങ്ങൾക്കും കാരണം. ഇറാനിൽ ഏർപ്പെടുത്താവുന്ന ഉപരോധവും സമ്മർദ്ദവും എല്ലാം ഏർപ്പെടുത്തി സാധാരണക്കാരായ ജനങ്ങളെ പ്രതിഷേധത്തിനായി തെരുവിലിറക്കി. ഇറാൻ ഭരണകൂടത്തിനെതിരെ വെല്ലുവിളികൾ ഉയർത്തി. അങ്ങനെ ഇനി കാണിച്ചു കൂട്ടാൻ കോലാഹലങ്ങളൊന്നും ട്രംപ് ബാക്കി വെച്ചിട്ടില്ല. എന്നിട്ട് ആ പ്രതിഷേധങ്ങളുടെ പേരിൽ ഇറാൻ ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കി യുദ്ധത്തിനായുള്ള കോപ്പ് കൂട്ടുകയാണ് അമേരിക്ക. ഇവിടം കൊണ്ടും തീർന്നില്ല. ഇപ്പോ ഇതാ ചാരപ്രവർത്തനത്തിനായി അമേരിക്ക തുർക്കിയിൽ നിന്നും ആളിറക്കിയിരിക്കുകയാണ്. ചാരപ്രവർത്തനത്തിന് ഇറങ്ങിയവർക്ക് ഇപ്പോൾ കണക്കിന് കിട്ടിയിട്ടുമുണ്ട്. കാഴ്ചയിൽ ഇറാനികളുടേത് പോലുള്ള തുർക്കിക്കാർക്ക് ഇസ്രയേലിന് എതിരായ യുദ്ധത്തിൽ അതീവ രഹസ്യങ്ങളാണ് അന്ന് അമേരിക്കയ്ക്ക് ചോർത്തിക്കൊടുത്തത്. ഇത് ഇറാനിൽ കൃത്യതയുള്ള ആക്രമണം നടത്താൻ ഇസ്രയേലിനും യുഎസിനും സഹായകരമായിരുന്നു. ഇപ്പോഴിതാ ഇതിനെതിരെ തുർക്കിക്കും എർദോഗനും തിരിച്ച് പണി കിട്ടിയിരിക്കുകയാണ്. ഇറാന്റെ നേതൃത്വത്തിലുള്ള സംഘം തുർക്കിയിൽ ചാരപ്രവർത്തനം നടത്തുന്നു എന്ന വിവരമറിഞ്ഞ് എർദോഗൻ ഞെട്ടിയിരിക്കുകയാണ്. തുർക്കിയിൽ ചാരപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ഒരു ഇറാൻ പൗരൻ ഉൾപ്പെടെ 6 പേരെ തുർക്കി അറസ്റ്റ് ചെയ്തു. ഏതായാലും അറസ്റ്റിലായ ചാരന്മാർ തുർക്കിയിലെ സൈനിക താവളങ്ങളെയും മറ്റ് നിർണായക പ്രാധാന്യമുള്ള പ്രതിരോധ കേന്ദ്രങ്ങളെയും കുറിച്ചുമുള്ള വിവരങ്ങൾ ശേഖരിച്ചതായാണ് ആരോപിക്കപ്പെടുന്നത്. തുർക്കിയുടെ തെക്കൻ പ്രവിശ്യയായ അഡാനിലെ തന്ത്രപ്രധാനമായ ഇൻസർലിക് വ്യോമസേനയെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ചാരന്മാർ ചോർത്തിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ ഇവർ ഇറാനിലെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് ചോർത്തി നൽകിയിട്ടുണ്ട് എന്നും തെക്കൻ തുർക്കിയിലെ നാറ്റോയുടേതാണ് ഇൻസിർലിക് വ്യോമതാവളം. തുർക്കിയും തുർക്കിയുടേതായ മറ്റു രാജ്യങ്ങളുള്ള ഉന്നത പ്രതിരോധ കേന്ദ്രങ്ങളെ കുറിച്ചും ചാരന്മാർ വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ട്. തുർക്കി സർക്കാർ നടത്തുന്ന അനഡോലു എന്ന ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. തുർക്കിയുടെ നാഷണൽ ഇന്റലിജൻസ് ഓർഗനൈസേഷനും 5 പ്രവിശ്യകളിലായി ഭീകരവിരുദ്ധ പോലീസും നടത്തിയ ഏകോപിത ഓപ്പറേഷനുകളെ തുടർന്നാണ് അറസ്റ്റ്. ഈ 6 ചാരന്മാരെയും ഇസ്താംബൂളിലെ ഒരു ജഡ്ജിയുടെ മുൻപാകെ ഹാജരാക്കി. രാഷ്ട്രീയ സൈനിക ചാരവൃത്തി ആരോപിച്ച് അവരെ വിചാരണയ്ക്ക് മുമ്പായി തടങ്കിൽ പാർപ്പിക്കാനായി ജഡ്ജി ഉത്തരവിട്ടു. അങ്കാറയിലെ ഇറാനിയൻ എംബസിയിൽ നിന്നും ഉടനടി ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഏതായാലും ഇറാനെ തൊട്ടുകളിച്ച അമേരിക്കയുടെ വാക്കുകേട്ട് ഇറാനെ തൊട്ടുകളിച്ചവർക്ക് തൂക്കു തന്നെയാണ് ഫലം.